പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോനാഥ, ഞങ്ങൾക്ക് ഇന്നൊരു പകൽക്കാലം തന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് കർത്താവെ ദിവ്യബലിയിൽ പങ്കെടുപ്പാനും ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായി കരുണ യാചിപ്പാനും ദൈവം തന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്ന സകല നന്മകളെയും ഓർത്ത് കർത്താവെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് വഴി നടത്തിയതിനായി നന്ദി പറയുന്നു. ഈ ഒരു ദിവസം മുഴുവൻ ആപത്തോ രോഗങ്ങളോ അനർത്ഥങ്ങളോ അപകടങ്ങളോ പൈശാചിക തന്ത്രങ്ങളോ ഒന്നും തന്നെ ഞങ്ങളെ തൊടുവാൻ ഇടയാക്കാതെ വണ്ണം, ഞങ്ങളുടെ അടുത്ത് കൂടുവാൻ ഇടയാക്കാതെ വണ്ണം ഈ രാത്രിയുടെ യാമം വരെയും പരിപാലിച്ചതിനായി നന്ദിയോടുകൂടി സ്തുതിക്കുന്നപ്പാ. കർത്താവായ യേശുവേ, ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ എൻ്റെ ഈശോ അടിയനെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപം വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങൾ ബലഹീനരാണപ്പോൾ പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ അവിടുത്തെ കാൽക്കൽ ഇതാ കണ്ണുനീരോടുകൂടി കേഴുന്ന കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടെ നിന്ന് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഇന്നേ ദിവസം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുകയാണെങ്കിൽ കർത്താവേ, ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി അവിടെ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ പ്രാണികളോ കള്ളന്മാരോ അക്രമികളോ കടന്നു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഞങ്ങളെ ഉപദ്രവിപ്പാനോ ഇടയാക്കാതെ വണ്ണം അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ദൈവവചനം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 54-ാം അധ്യായം 1 മുതലുള്ള വാക്കുകൾ വായിക്കാം. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തിത്തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. ഇതാ, ദൈവമാണ് എൻ്റെ സഹായകൻ. കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും. അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും. കർത്താവെ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. അങ്ങെന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. കർത്താവിൻ്റെ വചനം. നമുക്കൊരു 5 മിനിറ്റ് നേരം ഇത് ധ്യാനിച്ച് ഈശോയ്ക്ക് നന്ദി സമർപ്പിച്ചിട്ട് കിടക്കയുടെ 4 ചുറ്റും കുരിശടയാളം വരയ്ക്കുക. ഒപ്പം നെറ്റിത്തടത്തിലും 3 തവണ കുരിശടയാളം വരയ്ക്കണം. കുരിശടയാളം വരയ്ക്കുമ്പോൾ ഓരോ തവണയും ചൊല്ലേണ്ടത്: യൂതന്മാരുടെ രാജാവായ നസ്രയേൽക്കാരനായ ഈശോയെ, ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കാത്തുകൊള്ളണമേ. ആമേൻ.